സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ആണ്. 1 മണിവരെ 47.62% പേർ വോട്ട് രേഖപ്പെടുത്തി. 20 ജില്ലകളിലായി 122 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. 1300 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഉച്ചവരെ 40%-ലധികം പോളിംഗ് ആണ് ഒട്ടുമിക്ക ബൂത്തുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ ബീഹാറിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് സമാനമായ രീതിയിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും കാര്യമായ പോളിംഗ് ബീഹാറിൽ എങ്ങും ഉണ്ടാവുന്നുണ്ട്. 11 മണിവരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 30% മുകളിലേക്ക് പോളിംഗ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉച്ചയാകുമ്പോഴേക്കും അത് 40%-അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും കാര്യമായ പോളിംഗ് നടക്കുകയാണെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ കണ്ടതുപോലെ 60% മുകളിലേക്ക്, ഒരുപക്ഷെ 65% മുകളിലേക്ക് തന്നെ പോളിംഗ് പോകാനുള്ള സാധ്യതയുണ്ട്. വലിയ പ്രചാരണം ഈ പ്രചാരണ കാലഘട്ടത്തിൽ കണ്ടതാണ്. അതിന് ഒത്ത രീതിയിലുള്ള ഒരു വോട്ടെടുപ്പാണ് പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ കനത്ത പോളിംഗ് നടക്കുന്നുണ്ട്. സ്ത്രീകൾ കൂട്ടമായി എത്തി വോട്ട് ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഞാനിപ്പോൾ ഉള്ളത് ജമുയി എന്ന ജില്ലയിലാണ്. അവിടെയും കാര്യമായ പോളിംഗ് രാവിലെ തന്നെ നടക്കുന്നുണ്ട്. അതിലും സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായി എത്തുന്നത്. ഏതായാലും നിതീഷ് കുമാർ മന്ത്രിസഭയിലെ 12 മന്ത്രിമാരെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. അങ്ങനെ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു വോട്ടെടുപ്പാണ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് കിഷോർ, ജൻസുരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ, സംസ്ഥാനത്തെ PCC അധ്യക്ഷൻ അടക്കമുള്ളവർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.